SIR കരട് വോട്ടർ പട്ടികയിൽ എതിർപ്പറിയിച്ച രാഷ്ട്രീയ പാർട്ടികൾ 24 ലക്ഷം വോട്ടർമാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന വിശദീകരണത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്ക. വോട്ടർമാരെ ഒഴിവാക്കാനാണോ SIR എന്ന അപാകത ചൂണ്ടിക്കാട്ടി CPIM പ്രതിനിധി MV ജയരാജന്റെ വിമർശനവും വന്നുകഴിഞ്ഞു. കണ്ടെത്താൻ കഴിയാത്ത വോട്ടർമാരുടെ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ 6 ബൂത്തിൽ മാത്രം ഏതാണ്ട് 20 പേർ അവിടെ തന്നെ ഉള്ളവരെയാണ് അൺട്രേസബിൾ, കണ്ടെത്താൻ കഴിയാത്തവർ എന്ന ഗണത്തിൽപ്പെടുത്തി കരട് വോട്ടർ പട്ടിക വരുമ്പോൾ അതിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഡിസംബർ 23 പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടിക യഥാർത്ഥ വോട്ടർമാരെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടല്ല എന്ന് വ്യക്തം. പ്രസിദ്ധീകരിക്കുന്ന കരടിലില്ലാത്ത വോട്ടർമാർ വീണ്ടും വോട്ട് ചേർക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഉന്നയിച്ചത്. We were not able to identify means we committed a mistake. They didn't commit any mistake. Due to our mistake, whether they can be excluded from the electoral roll, draft electoral roll. കരട് പട്ടിക ചൊവ്വാഴ്ച പ്രസിദ്ധീകരിക്കും. അർജുൻ കല്യാടാണ് നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ കല്യാട്, കരട് പട്ടികയിലേക്ക് ഇനി 2 ദിവസത്തിന്റെ അകലം മാത്രമാണ് ബാക്കി. ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമോ അതിനു മുൻപ്? സുജിയ, 24,08,503 പേർ SIRന്റെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോകുന്ന കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഇപ്പോൾ പുറത്താണ്. ഈ വലിയ സംഖ്യയിലാണ് പ്രധാനമായി രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇത്രയും വലിയ സംഖ്യ എങ്ങനെ വന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഉന്നയിക്കുന്ന ചോദ്യം. സാധാരണ രീതിയിൽ അനുദിനം ഈ സംഖ്യ കുറഞ്ഞു വരേണ്ടതാണ്. പക്ഷേ ആനുപാതികമായിട്ടുള്ള ഒരു കുറവ് ഈ സംഖ്യയിൽ കാണുന്നില്ല എന്നുള്ള പരാതി ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ CPIMന്റെ പ്രതിനിധിയായി പങ്കെടുത്ത MV ജയരാജൻ ഉദാഹരണം സഹിതമാണ് വിശദീകരിച്ചത്. തൃക്കരിപ്പൂർ മണ്ഡലത്തെ ഉദാഹരണമായി എടുക്കുന്നു. അവിടെ ഒരു ബൂത്തിൽ 20-ലധികം പേരെ മരിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഔദ്യോഗികമായിട്ടുള്ള ഈ കരട് പ്രസിദ്ധീകരിക്കും മുൻപുള്ള ലിസ്റ്റ്. എന്നാൽ അവർ മരണപ്പെട്ടിട്ടില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം MV ജയരാജൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കോൺഗ്രസും ലീഗുമൊക്കെ അക്കാര്യങ്ങൾ പറഞ്ഞു. BJP എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരമൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഫെബ്രുവരി മാസം 23-ാം തീയതി വരെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുവരെ ഈ പട്ടികയിൽ നിന്ന് ആരും പുറത്തു പോകുന്നില്ല. അവർക്കൊക്കെ ഇതിനകത്ത് അപേക്ഷിക്കാം. അങ്ങനെ അപേക്ഷ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തും എന്നുള്ള ഒരു വിശദീകരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. ഓക്കെ, താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.